കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ പങ്കാളിയായ ഒരു 20-കാരൻ സ്വന്തമാക്കിയത് BMW ബൈക്കാണ്. അപ്പോൾ ഇവരുടെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടികൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ തട്ടിച്ചെടുത്ത പണം നിക്ഷേപിക്കാനുള്ള അക്കൗണ്ട് ഈ കുട്ടികളുടെ ആയിരിക്കും. അവർക്ക് 25,000 രൂപ വരെ കമ്മീഷനായിട്ട് കിട്ടും. എന്നാൽ കേസ് പിടിക്കപ്പെട്ടാലോ ഈ കുട്ടികളായിരിക്കും മുഖ്യപ്രതി എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും അപകടം പിടിച്ച കാര്യം. നമ്മുടെ കുട്ടികൾ, നിർദോഷികളായ നിരപരാധികളായ നമ്മുടെ കുട്ടികൾ ഇവരുടെ മോഹന വാഗ്ദാനങ്ങളിൽ മൂക്കുകുത്തി വീണ് തട്ടിപ്പിൽ ഇരയാകുന്നു, പ്രതികളാകുന്നു. തട്ടിപ്പിന് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ അക്കൗണ്ട് ഉപയോഗിച്ചു എന്നുള്ളതിന് സൈബർ സെല്ലിന് തെളിവ് കിട്ടിയിട്ടുണ്ട്. കാക്കനാട് സ്വദേശിയിൽ നിന്ന് തട്ടിയെടുത്ത 4,10,00,000 രൂപ കൈമാറ്റം ചെയ്ത് 450 അക്കൗണ്ടുകൾ വഴിയാണെന്ന് സൈബർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും. ശ്യാം, ഇതൊരു അപകടം പിടിച്ച ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ കുട്ടികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരും പ്രതികളാകുന്ന കേസാണ്. അകാലത്തിൽ ഏതെങ്കിലും ഒരു കേസിൽ പെട്ടുപോയാൽ കഴിഞ്ഞു. അതെ SKN, കാരണം നേരത്തെ SKN പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളും കുറച്ച് കൂടുതൽ കരുതലെടുക്കേണ്ട ഒരു സമയത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ തട്ടിപ്പിനായി ഉപയോഗിക്കുന്ന പല അക്കൗണ്ടുകളും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ അക്കൗണ്ടുകൾ വരെയാണ് എന്നുള്ളത് അതൊരു ഞെട്ടിക്കുന്ന വിവരമാണ്. കാരണം സർക്കാരിൻ്റെ സ്കോളർഷിപ്പുകളും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്കെടുത്ത അക്കൗണ്ടുകൾ പോലും ഇത്തരത്തിൽ തട്ടിപ്പിനായി ഉപയോഗിച്ചു എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. പോലീസുകാരെ പോലും അത് വളരെ ഞെട്ടിച്ച ഒരു വിവരമാണ്. ഇതിൽ കൂടുതൽ അക്കൗണ്ടുകളും എടുത്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് എന്നുള്ളതും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ അക്കൗണ്ടുകൾ എടുക്കാൻ സഹായിച്ചവരുടെ വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഒരാൾ 50-ലധികം അക്കൗണ്ടുകൾ തട്ടിപ്പ് പണം കൈകാര്യം ചെയ്യാനായിട്ട് നിയന്ത്രിച്ചു വരുന്നു എന്നുള്ള വിവരം കൂടി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിൽ ഓരോന്നിനും SKN പറഞ്ഞ പോലെ 25,000 രൂപയാണ് പ്രതിഫലം. അതിലൊരു 20-കാരൻ്റെ വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് ആ കുട്ടി ഒരു BMW ബൈക്കിൽ നടക്കുന്നത് പോലീസ് ശ്രദ്ധയിൽപ്പെട്ടത്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ BMW ബൈക്ക് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടുകൂടി കൂടുതൽ യുവാക്കളെ, സമപ്രായക്കാരെ ഈ തട്ടിപ്പിൻ്റെ ലോകത്തേക്ക് കൊണ്ടുവരാനും ഇയാൾക്ക് സാധിച്ചു എന്നുള്ളൊരു വിവരം കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആവശ്യത്തിന് പണം, ആഡംബരം, അതൊക്കെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് തട്ടിപ്പ് സംഘത്തിലേക്ക് ആളുകളെ ചേർക്കുന്നത്. കാക്കനാട് വാഴക്കാല സ്വദേശിയെ തട്ടിച്ചെടുത്ത 4.11 കോടി രൂപ, അത് 450 അക്കൗണ്ടുകളിലൂടെയാണ് ആ പണം പലരിലേക്ക് എത്തിയത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ 650 ട്രാൻസാക്ഷൻ നടന്നുവെന്നും കണ്ടെത്തി. പോലീസ് അന്വേഷിച്ചെത്തുമ്പോൾ ഒരു അക്കൗണ്ടിൽ മാത്രം 1 കോടി രൂപയുണ്ടായിരുന്നു. ആ അക്കൗണ്ട് ഉടനടി തന്നെ പോലീസിന് ഫ്രീസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ഇന്നോവ ക്രിസ്റ്റ ഇവർ വാങ്ങിയിട്ടുണ്ട്. അതിന് പുറമെ ഇവരുടെ കയ്യിൽ നിന്ന്, അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് 1 ലക്ഷം രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്. അത് ചിലവിന് വേണ്ടി സൂക്ഷിച്ചുവെന്നാണ് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ തട്ടിപ്പ് നടക്കുന്നു എന്ന് മാത്രമല്ല, തട്ടിപ്പ് പണം കണ്ടെത്തുന്ന നിമിഷം തന്നെ, കയ്യിലേക്ക് എത്തുന്ന നിമിഷം തന്നെ പല അക്കൗണ്ടുകളിലേക്ക് കൈമാറി പിടിക്കപ്പെടാനുള്ള സാധ്യത പോലും ഇല്ലാതാക്കുന്നു. രാജസ്ഥാനിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും ഈ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിട്ടുണ്ട്. ലക്ഷങ്ങളുടെ ഇടപാടുകൾ തുടർച്ചയായി നടന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും വ്യാപ്തി ഒട്ടും കുറഞ്ഞ കേസല്ല. ഇപ്പോൾ പിടിയിലായ 2 പേരിൽ ഇത് ഒതുങ്ങില്ല. കൂടുതൽ പേർ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. SKN പറഞ്ഞ പോലെ തന്നെ കേസിൽ കുടുങ്ങുകയാണെങ്കിൽ ജീവിതം പോയി എന്ന് തന്നെ ഉറപ്പിക്കാവുന്ന തട്ടിപ്പിലേക്കാണ് നമ്മളുടെ യുവാക്കളും കുട്ടികളും ഉൾപ്പെടെ എത്തിപ്പെടുന്നത്. SKN ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.